ഉദ്യോഗസ്ഥരെ അയച്ചു കൊടുത്തുകൊണ്ട് മാത്രമല്ല അവർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണവും കൊടുത്തുകൊണ്ട് ഏറ്റവും മാന്യമായ നിലയിൽ അവരെ പറഞ്ഞയക്കുമ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു ലോകത്തോട് ഇസ്ലാം ഇത്രയും സുന്ദരമാണോ എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്ത്രീകളെ തൊടാൻ പാടില്ല. ഗുജറാത്ത് ഇവിടെ പറയപ്പെട്ടു. ഗുജറാത്തിന്റെ തെരുവീതികളിൽ പാവപ്പെട്ട പൂർണ്ണ ഗർഭിണിയായ സഹോദരിയെ വീട്ടിനകത്തേക്ക് കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട സഹോദരിയുടെ മണിക്കൂറുകൾ മാത്രം പ്രസവിക്കാൻ ബാക്കി നിൽക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ പാവപ്പെട്ട ഗുജറാത്തിലെ അഹമ്മദാബാദിലെ പാവപ്പെട്ട ഒരു സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, ആ സഹോദരിയെ ബലാത്സംഗം ചെയ്തിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച അഹമ്മദാബാദ് പള്ളിയുടെ മുമ്പിലെ ഓടയിൽ പാതി പ്രസവിച്ച നിലയിൽ കാണപ്പെട്ടു. ഇത്രയും വലിയ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും പ്രയാസം അനുഭവിക്കുമ്പോഴും ഈ സമുദായത്തിന്റെ മേൽ എന്തിനാ തീവ്രവാദം നിങ്ങൾ ചാർത്തുന്നത്? പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം, പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. തലമറന്ന് എണ്ണ തേക്കരുത്, തലമറന്ന് എണ്ണ തേക്കരുത്. നിങ്ങൾ പഠിക്കണം ഇസ്ലാമിനെ പറ്റിയിട്ട്. ഇവിടെ പ്രിയപ്പെട്ട പ്രവാചകൻ വീണ്ടും പറഞ്ഞു, കുഞ്ഞു മക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. കൊന്നൊടുക്കിയില്ലേ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ വയറ്റിനകത്ത് കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾ, ഈ ലോകമറിയാത്ത കുട്ടികൾ, പ്രസവിക്കപ്പെടാത്ത കുട്ടികളല്ല, ഈ ലോകമറിയാത്ത കുട്ടികൾ, 5-6 മാസം 7 മാസം തികഞ്ഞ കുട്ടികൾ. ആ കുട്ടികളുടെ ആ അടിവയറ് കുട്ടിക്കീറിയിട്ട് കുട്ടികളെ തൃശൂലത്തിൽ കുത്തിയെടുപ്പിട്ട് പെട്രോൾ ഒഴിച്ച് പൊട്ടിച്ച് ആ പൊട്ടിത്തെറിക്കുന്ന പൊന്നുമക്കളെ കണ്ടിട്ട് കൈ പൊട്ടിച്ചിരിച്ച കാപാലികന്മാര് ഈ രാജ്യത്ത് ഇന്നും വിഹരിക്കുമ്പോ എങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ തീവ്രവാദി എന്ന് പറയാൻ ഇവർക്ക് നാവ് പൊന്തുന്നത്? ഞാൻ ചോദിക്കുകയാണ്. വൃക്ഷങ്ങൾ മുറിച്ചു കളയരുത്, മൃഗങ്ങൾ തൊട്ടുപോകരുത്. ഡിക്ലെയർ വാറുകളിൽ നിബിധങ്ങളുടെ സമീപനമാണ്. ആ യുദ്ധത്തിന്റെ സമീപനങ്ങളെ യുദ്ധത്തിന്റെ സൈന്യാധിപനായ സർവ്വസൈന്യാധിപനായ നേതാവായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഒരു പടിഞ്ഞാറൻ ശക്തിയും എഴുതി പിടിപ്പിച്ചിട്ടില്ല. അപ്പോഴും പറയുന്നു നബിധങ്ങളുടെ 10 വർഷക്കാലം അടിയുടെയും വിപ്ലവത്തിന്റെയും പ്രവാചകനാണ് എന്ന്. മലർന്നു കിടന്ന് തുപ്പുകയാണ് അവര്. ഞാൻ ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീവ്രവാദത്തിന്റെ മുദ്ര ചാർത്തപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവാചകനെ പറ്റി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നായകനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. ഇന്ന് ഇശാ നമസ്കാരത്തിലും മഗ്രിബ് നമസ്കാരത്തിലും ഇവിടെ ഈ സമ്മേളനം ആരംഭിച്ചപ്പോഴും ഇവിടെ ഓതിയ സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നബിതങ്ങളെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന എന്താണെന്നറിയോ? നിങ്ങൾക്കറിയുന്ന ആയത്താണ്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. നിങ്ങൾക്കറിയോ?